പിന്നെ നമുക്കറിയാം വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും ആ ഒരു ദൈവത്തിൻ്റെ വചനം ഒരു സഭയോട് സംസാരിക്കുകയാണെന്ന് വായിക്കാം. സഭ നല്ലതാണ്. എഫേസ്യസിലുള്ള സഭ നല്ല സഭയാണ്. ആ സഭയെക്കുറിച്ചുള്ള വളരെ വിശേഷങ്ങൾ ആ വചനം പറയുന്നുണ്ട്. ഒന്ന് വായിച്ച്. എഫേസോസിലുള്ള സഭയുടെ ദൂതന് എഴുതുക. വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണദീപ പീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചുനിൽപ്പും ദുഷ്ടന്മാരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജ്യം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ വളരെ നല്ലൊരു സഭയാണ്, വളരെ തീക്ഷ്ണതയുള്ള ഒരു സഭയാണ്. പക്ഷേ തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. എനിക്ക് ഒരു കുറ്റം നിന്റെ എതിരെ ഉണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ച ആ അവസ്ഥയിലുള്ള ആ സ്നേഹബന്ധമാണോ, ആ അനുസരണമാണോ ഇന്ന് നമ്മളുടെ ജീവിതത്തിലുള്ളത്? നമ്മളുടെ ഇടയിൽ നമ്മൾ കുറച്ച് കോംപ്ലേസൻസി സെറ്റും ചെയ്തിട്ടുണ്ടോ? നമ്മൾ കോംപ്ലേസൻസിക്ക് എന്താ പറയുക? നമ്മൾ കോംപ്ലേസൻസി കോംപ്ലേസൻ്റ് ആയിട്ടുണ്ടോ? നമ്മൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് വി ഹാവ് ടേക്കൺ എവറിത്തിങ് ഫോർ ഗ്രാൻറ്റഡ്. അങ്ങനെ നമ്മൾ യേശുവിനെ പിൻഗമിക്കുന്നതും യേശുവിൻ്റെ വചനം അനുസരിക്കുന്നതിലും നമ്മളുടെ തീക്ഷ്ണത കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ടോ? അലസതയോടെ നമ്മൾ ജീവിക്കുകയാണോ എന്ന് നോക്കണം. കാരണം നമ്മുടെ ആദ്യത്തിലുള്ള ആ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഒരു ശിക്ഷ തരുന്നുണ്ട്. എന്താണ്? ബാക്കി വായിച്ച്. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. നിനക്ക് തന്നിരിക്കുന്ന അനോയിന്റിംഗും എല്ലാം ഞാൻ എടുത്ത് കളയും, നിനക്ക് തന്നിരിക്കുന്ന അധികാരവും എല്ലാം ഞാൻ എടുത്ത് കളയും. എന്നാൽ നിനക്കൊരു ഗുണമുണ്ട്. നിക്ലാവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി വളരെ തീക്ഷ്ണതയുള്ളതാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. ആദ്യത്തെ ആ സ്നേഹം, ആ തീക്ഷ്ണത നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തന്നെ പരിശോധിക്കണം. അത് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ ദൈവത്തിനെ അനുഗമിക്കുന്നതിന് പകരം നമ്മൾ ലോകത്തിലേക്കും തിരിയുകയാണ്, പാപത്തിലേക്കും തിരിയുകയാണ്. അങ്ങനെ നമ്മളുടെ ആ ദൈവത്തോടുള്ള ആ സ്നേഹം, ആ ഒറിജിനലായിട്ടുള്ള ആ സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ തന്നെ പരിശോധിച്ചിട്ട് തിരിച്ച് ആ സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ തിരികെ വരികയും വേണം. അതൊക്കെ ആ ബന്ധത്തിൽ നിന്നൊക്കെ പോകുന്നത് നമ്മുടെ ഹൃദയകാഠിന്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ സ്വന്തം നീതീകരിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഹെബ്രായർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 7 മുതൽ 10-11 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട്, നിങ്ങൾ മരുഭൂമിയിലെ പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കരുത്. അങ്ങനെ കഠിനമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്രമം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പിന്നെ ഐസയ പ്രവാചകന്റെ പുസ്തകം 64-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മളുടെ നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്ന ഇടയിൽ ഒരു രക്ഷയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും അവർ പറയും, നമ്മൾ നല്ലൊരു ജീവിതം നയിക്കുകയാണ്, നിയമങ്ങളൊക്കെ അനുസരിക്കുകയാണ്, വേറെ ഒരുവരെയും ഉപദ്രവിക്കാതിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷ പ്രാപിക്കും. അങ്ങനെ എനിക്ക് രക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നീതിമാനല്ല എന്ന്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇത് തെറ്റായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇത് തെറ്റായ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇത് സാത്താൻ്റെ വലിയൊരു കബളിപ്പാണ്. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, അതിനുപരി ദൈവത്തിൻ്റെ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ എൻ്റെ പ്രവൃത്തി, എൻ്റെ കഴിവുകൾ, ഞാൻ ചെയ്ത കാര്യങ്ങളും എല്ലാം ദൈവത്തിന് മുമ്പിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ദൈവം അസസ് ചെയ്യുന്നത്, അത് ദൈവം കണക്കാക്കുന്നത് എന്താണെന്ന് ഐസയ പ്രവാചകന്റെ പുസ്തകം 64-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വായിക്കാമോ? ഐസയ 64:6. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അപ്പോൾ അവിടെ പറയുന്നത്, ബട്ട് വി ആർ ലൈക്ക് an unclean thing and all our righteousness are like filthy rags. നമ്മുടെ കൈക്കിലെ തുണിയില്ലേ അടുക്കളയിലെ, അതുപോലെയാണ് ഫിൽത്തി റാഗ്സ്. അല്ലെങ്കിൽ നിലം തുടങ്ങുന്ന തുണിയില്ലേ, അതാരും നമ്മൾ പോക്കറ്റിൽ ഇടുകയില്ല, ഹലോ, ആരും നമ്മുടെ സ്വന്തം പെട്ടിയിൽ വെക്കുകയില്ല, അലമാരി വെക്കുകയില്ല, അല്ലേ? അങ്ങനെ ഇറ്റ് ഇസ് ലൈക്ക് ഫിൽത്തി റാഗ്സ് എന്ന് പറഞ്ഞാൽ അത് ചീത്തയായിട്ട്, അത് ചെളി പിടിച്ച റാഗാണ്, അത് കഴുകി വൃത്തിയുള്ളത് പോലുമല്ല, ചെളി പിടിച്ചതാണ്. അങ്ങനെ we all fade as a leaf and our iniquities like the wind have taken us away. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല.
കാരണം നമ്മളുടെ നീതിയുടെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ നമുക്ക് പറ്റുകയില്ല. അതാണ് മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു വെഡിങ് ഫീസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ദൈവത്തിൻ്റെ ഒരു വിരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 11 മുതൽ 13 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒന്ന് വായിക്കുക സിസ്റ്ററെ. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. രാജാക്കന്മാരുടെ രാജാവാകുന്ന യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവം തരുന്ന ആ നീതിയുടെ വസ്ത്രത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാതെ എൻ്റെ സ്വന്തം വസ്ത്രം, ഞാൻ ഒറിജിനലായിട്ട് ആ സ്ഥലത്ത് ആ വേദിയിൽ വന്ന ആ വസ്ത്രത്തിൽ എനിക്ക് വസ്ത്രമിട്ടിട്ട് എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. അതിനുപരി രാജാവ് തന്നെ തരുന്ന ആ നീതിയുടെ വസ്ത്രം ഇട്ടാൽ മാത്രമേ എനിക്ക് അവിടെ പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അത് എൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ സന്നിധി എനിക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. നല്ല കാര്യങ്ങൾ ചെയ്യരുതെന്നോ അല്ലെങ്കിൽ നന്മ ചെയ്യരുതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ് നിങ്ങളോട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്ന ആ പ്രവൃത്തി എൻ്റെ പ്രവൃത്തിയല്ല, യേശു ക്രിസ്തു കുരിശിൽ ചെയ്ത പ്രവൃത്തിയാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ നീതീകരിക്കുവാൻ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ മുറുകെ പിടിക്കേണ്ടത് എൻ്റെ നീതി, എൻ്റെ പ്രവൃത്തി, എൻ്റെ നന്മയല്ല. അതിനുപരി ഞാൻ നല്ല നന്മ ചെയ്യണം, നല്ല വ്യക്തിയായിരിക്കണം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുവാനായിട്ട് എൻ്റെ നീതിയല്ല, പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ നീതിയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള ആ അറിവ് വരുമ്പോൾ പിന്നെ ഞാൻ നന്മ ചെയ്യുക മാത്രമല്ല, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നീതിയും തേടും. മറ്റത് നന്മ മാത്രം മതി എന്നുള്ള ആ തെറ്റായ അറിവിലോ ഒരു വിശ്വാസത്തിലോ ഞാൻ യേശു ക്രിസ്തുവിനെ തേടാതെ ഞാൻ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നീതീകരിക്കപ്പെടുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന സത്യം, നന്മ ചെയ്യണം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് വ്യഭിചാരം ചെയ്യും, കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാശമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങൾ നന്മ ചെയ്യണം. പക്ഷേ നന്മ ഞാൻ ചെയ്ത നന്മയല്ല എന്നെ നീതിയിലേക്ക് അല്ലെങ്കിൽ രക്ഷയിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. എന്നെ രക്ഷയിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത് യേശു ക്രിസ്തുവിൻ്റെ നീതി മാത്രമാണ്. യേശു ക്രിസ്തു ആ കുരിശിൽ ചെയ്ത പ്രവൃത്തി മാത്രമേ എന്നെ രക്ഷയിലേക്ക് ക്വാളിഫൈ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്ന രക്ഷകനിലൂടെ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഐസയ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം 5 മുതൽ 7 വരെ വചനം വായിക്കുകയാണെങ്കിൽ ഐസയ പ്രവാചകൻ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അഭിഷേകമുള്ള ഒരു വ്യക്തിയായിരിക്കണം. അല്ലേ? അന്നത്തെ കാലത്ത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്, ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. The Spirit of the living God shall fall on all flesh in those days. വരാൻ പോകുന്ന സമയത്ത് അല്ലേ, ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ ജഡത്തിൻ്റെ മുകളിൽ, ഓൺ ഓൾ ഫ്ലഷ്, എല്ലാ ജനത്തിനും ദൈവത്തിൻ്റെ ആത്മാവ് സ്വീകരിക്കുവാനുള്ള ഒരു അവകാശം കിട്ടും. അത് യേശു ക്രിസ്തുവിൻ്റെ ആ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത് കൊണ്ടാണ്. പക്ഷേ ഐസയ പ്രവാചന കാലത്ത് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ചില വ്യക്തികളുടെ മുകളിൽ ചില കാലഘട്ടങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഐസയ പ്രവാചകൻ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു പ്രവാചകനാണെങ്കിൽ, ഒരു സാമാന്യം നല്ല വ്യക്തിയായിരിക്കണം. അല്ലേ? ഒരു സാമാന്യം നല്ല വ്യക്തിയായിരിക്കണം. അല്ലാതെ കൊലപാതകനോ വ്യഭിചാരിയോ ഒന്നും ആയിരിക്കുകയില്ല. നല്ല വ്യക്തിയായിരിക്കണം. ആ വ്യക്തി പോലും ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ അവൻ്റെ അയോഗ്യതയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. When he was able to see the glory of God, he was able to understand his unworthiness. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കും പ്രിയപ്പെട്ടവരെ. നമ്മൾ ദൈവത്തിൻ്റെ യോഗ്യതയും നമ്മളുടെ അയോഗ്യതയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഐസയ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 5 മുതൽ 7 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ when he was able to see the glory of God, അവൻ്റെ തന്നെ അയോഗ്യതയും അവൻ്റെ തന്നെ മാലിന്യവും അവന് മനസ്സിലാക്കുവാൻ പറ്റി. പക്ഷെ ആ മനസ്സിലാക്കുക മാത്രമല്ല, ആ ദൈവം അവിടെ ഒരു പരിഹാരവും ഉണ്ടാക്കി. വായിച്ചേ. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവൻ ഏറ്റുപറയുകയും ദൈവം അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. അവനെ മാലിന്യം മാറ്റുകയും അവനെ ശുദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. പ്രിയപ്പെട്ട, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മളുടെ അയോഗ്യത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മൾ എളിമപ്പെട്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ തന്നെ അയോഗ്യത മനസ്സിലാക്കുക മാത്രമല്ല, ദൈവം അത് പരിഹരിച്ച് നമ്മളെ ഉയർത്തുകയും ചെയ്യും. പാപത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും എല്ലാം മോചനം തന്നിട്ട് ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ഉയർത്തും. അതുകൊണ്ടാണ് ചോദിച്ചത്, ഞാൻ ആരെ അയക്കും? അപ്പോൾ യോഗ്യതയിലേക്ക് വന്നു. അയോഗ്യൻ യോഗ്യനായി. അപ്പോൾ പറഞ്ഞു, ഞാൻ പോകാം. കാരണം അവിടെ ദൈവത്തിൻ്റെ അവൻ്റെ ഒന്നുമില്ലായ്മയെ ഏറ്റുപറയുക, അവൻ്റെ പാപാവസ്ഥ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം അവനെ ഉയർത്തി. അപ്പോൾ അങ്ങനെ ദൈവം ഉയർത്തുന്നവരെ, എളിമയോടെ ഏറ്റുപറയുന്നവനെ മാത്രമേ ദൈവം ഉയർത്തുകയുള്ളൂ, ഉയർത്തവനെ മാത്രമേ ദൈവം ഉപയോഗിക്കുകയുള്ളൂ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ റോമർക്ക് ലേഖനം 10-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം 13 മുതൽ 15 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് വിശ്വാസം വരുന്നതെന്നുള്ളത്. വിശ്വാസം കേൾവിയിൽ നിന്നാണ്. ഒന്ന് വായിക്കുക സിസ്റ്ററെ, റോമൻസ് 10, 13 മുതൽ 15 വരെ. പെട്ടെന്ന് വായിക്കണം, സമയമില്ല. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ദൈവത്തിന്റെ നീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരേ ഒരു ആവശ്യമാണ്, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുവാൻ. അല്ലാതെ നമ്മളുടെ സ്വന്തം പ്രവൃത്തികൾക്ക് വേണ്ടിയല്ല, അതിനുപരി ദൈവരാജ്യത്തിൻ്റെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്നത്, നീതീകരിക്കുന്നത്. കാരണം അവിടെ പറയുന്നുണ്ട്, അയക്കപ്പെടുക, വചനം പ്രഘോഷിക്കുക, അത് കേൾക്കുക, വിശ്വസിക്കുക, ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക, രക്ഷ പ്രാപിക്കുക. ദാറ്റ് ഇസ് എ സീക്വൻസ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി അതനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ അയക്കപ്പെടണം. അയക്കപ്പെട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ രക്ഷ പ്രാപിക്കും. പക്ഷേ അപ്പോൾ അതെല്ലാം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ. അത് ആ വ്യക്തിയുടെ കാര്യങ്ങൾ പ്രഘോഷിക്കുമ്പോഴല്ല, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളുടെ നീതിയിലല്ല, അതിനുപരി ദൈവത്തിൻ്റെ നീതിയിലൂടെയാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം പറയുന്നുണ്ട്. ആ രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ മാത്രമാണ്, അത് ക്രൂശിതനായ യേശുവിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ആ രക്ഷ എന്ന് പറയുന്നത് ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ ൂടെ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ആ ക്രൂശിതനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ നീതീകരിക്കാൻ പറ്റുകയുള്ളൂ. രക്ഷ എന്ന് പറയുന്നത് എൻ്റെ പാപാവസ്ഥയിൽ നിന്ന് എന്നെ നീതീകരിച്ചിട്ട് ഐ ആം ഡിക്ലെയർഡ് നോട്ട് ഗിൽറ്റി എന്ന് പറയുന്ന ആ അവസ്ഥ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ ഉള്ളൂ. ആ രക്തം കുരിശിലാണ് ചിന്തിയത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഐ വാണ്ട് ടു നോ എമംഗ് യു നോ വൺ എൽസ് ബട്ട് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ക്രൂശിതനായ യേശു ക്രിസ്തു. അപ്പോൾ പ്രിയപ്പെട്ട, നമ്മൾ മനസ്സിലാക്കണം, ആ നീതി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ. അല്ലെങ്കിൽ പൗലോസ് പറയാമല്ലോ, ഞാൻ പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ല വ്യക്തികളായിരിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയല്ലേ പറയേണ്ടത്, അല്ലേ? പക്ഷെ അവർ പൗലോസ് പറഞ്ഞ ഒരേ ഒരു കാര്യമേ എനിക്ക് പ്രഘോഷിക്കാനുള്ളൂ, അത് യേശു ക്രിസ്തു, ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. കാരണം ആ ക്രൂശിതനായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ മാത്രമേ ഞങ്ങൾക്ക് ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നീതീകരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം നീതിയിൽ നമ്മൾ ഹൃദയകാഠിന്യത്തിലൂടെ പോകുമ്പോൾ പലപ്പോഴും മനുഷ്യൻ തന്നെ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ മറ്റുള്ളവർക്ക് പരോപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 17-18 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. അവനെക്കുറിച്ച് തന്നെ അവൻ ഒരു അസസ്മെൻ്റ് ഉണ്ടാക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കട്ടിട്ടില്ല, കൊന്നിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, വേറെ ഒരു ദ്രോഹിയെ കൊന്നിട്ടില്ല, ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. അങ്ങനെ നല്ല വ്യക്തി, സമൂഹത്തിലാണെങ്കിൽ നല്ല പേരുള്ള വ്യക്തി, എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു തരത്തിലും ഒരു കുറ്റവുമില്ലാത്ത ഒരു വ്യക്തി. സോൾ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന മുമ്പുള്ള അങ്ങനത്തെ ഒരു വ്യക്തി, സമൂഹത്തിലെ നമ്പർ 1 A ക്ലാസ് വ്യക്തി. അങ്ങനെയുള്ള വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണ്? നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് മനുഷ്യനല്ല, നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു.
എന്നാൽ അപ്പൊ അങ്ങനെ എല്ലാത്തിലും പൂർണ്ണതയിലും വന്ന ഒരു കുറവുമില്ലാത്ത ഒരു വ്യക്തിയാണ്. മനുഷ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് വേണമെങ്കിൽ പന്തായം എടുക്കുവാൻ പോലും തയ്യാറുള്ള വ്യക്തികൾ. അങ്ങനെ ഇത്രയും നല്ലൊരു വ്യക്തിയെ ഞങ്ങൾ ഈ ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. എത്ര നന്മ! ഒരു വ്യക്തിയെ കണ്ടാൽ ഉടനെ കരച്ചിലാണ്, അയാളുടെ ഹൃദയം അങ്ങോട്ട് അലിയുകയാണ്. അതൊക്കെ നല്ലതാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി അവനെ തന്നെയുള്ള അസസ്മെന്റ് അല്ലെങ്കിൽ ലോകത്തിനെ കുറിച്ചുള്ള അസസ്മെന്റ് എന്താണ്? എല്ലാത്തിലും പൂർണ്ണത വരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? നമ്മളെ വിധിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം ആ വ്യക്തിയെ കുറിച്ച് എന്താണ് പറയുന്നത്? എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനും ആണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയാണ്, നീ വിചാരിക്കുന്നത് അല്ല നിന്റെ അവസ്ഥ. സ്വർഗീയ ഒരു ആത്മീയ തലത്തില് നിന്റെ അവസ്ഥ നീ വിചാരിക്കുന്നതിന്റെ വിപരീതമാണ് നിന്റെ അവസ്ഥ. അതുകൊണ്ട് ദൈവം അതിനൊരു പരിഹാരം, ദൈവം എപ്പോഴും പരിഹാരം തരിക. നമ്മുടെ ദൈവത്തിന്റെ നന്മ അതാണ്. ദൈവം നമ്മൾ കുറ്റം കണ്ടിട്ട് ഉടനെ അവിടെ നമ്മൾ നാശത്തിന് വിടുകയല്ല. ദൈവം നമ്മളെ രക്ഷിക്കാനാണ് വന്നത്. ആ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? യേശുക്രിസ്തു വന്നത് പാപികളെ തേടി രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ അവസ്ഥ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട് ദൈവം നമ്മളെ വെറുതെ ഹീസ് നോട്ട് ലീവിങ് യു ഫ്രീ, വെറുതെ അവിടെ ഇടുകയല്ല നശിക്കാൻ വേണ്ടി. ദൈവം അതിന് ഒരു പരിഹാരം തരുന്നുണ്ട്. എന്താണ്? ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ഇംഗ്ലീഷിൽ വായിക്കണം, that the shame of your nakedness may not be revealed. അതെന്താ മനസ്സിലാക്കുന്നത്? അവിടെ ദൈവം നമ്മളെ ക്ലോത്ത് ചെയ്യും അല്ലേ? ഇവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. I counsel you to buy from me gold refined in the fire, that you may be rich, and white garments that you may be clothed, that the shame of your nakedness may not be revealed, and anoint your eyes with eye salve, that you may see. അപ്പം ആ വസ്ത്രം ഇട്ട് ദൈവത്തിന്റെ വചനം ഒന്ന് വായിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, that the shame of your nakedness may not be revealed. You are still naked. You are still naked like God created you in the Garden of Eden. You are naked. പക്ഷെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നുകൊണ്ട് ആ നേക്കഡ്നെസ് വാസ് നോട്ട് റിവീൽഡ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ആദാമും ഹവ്വയും സൃഷ്ടിച്ചപ്പോൾ അവർക്ക് വസ്ത്രമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവരുടെ നഗ്നത അവർക്ക് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം അവരുടെ ചുറ്റും ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ മഹത്വമായിരുന്നു. ഇപ്പോൾ ദൈവം പറയുന്നത്, യു കം ബാക്ക് ടു മീ and I will clothe you with my glory, so that the shame of your nakedness, you're naked, but the shame of your nakedness will not be revealed. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് തിരികെ കിട്ടുകയാണ്. അപ്പോൾ ദൈവം നമ്മൾക്ക് ഒരു വഴി തരികയാണ്. ഒരു നമ്മൾ ഏത് പാവാവസ്ഥയിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ഈ വചനങ്ങളൊക്കെ നമ്മൾക്ക് ഒരു എൻകറേജ്മെന്റ് തരുവാൻ വേണ്ടിയാണ്. it is to give you a hope, it is to give you a chance how you can, or a knowledge how you can go back into a relationship. ഞാൻ ഏതൊരവസ്ഥയാണെങ്കിലും, ഞാൻ നഗ്നനാണെങ്കിലും, ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം അത് നമ്മളൊന്ന് വായിച്ചു കേൾക്കണം. നമ്മുടെ അവസ്ഥ, നമ്മൾ വിചാരിക്കും നമ്മൾക്ക് എല്ലാം പൂർണ്ണത വന്നവരാണെന്ന്. പക്ഷെ ദൈവത്തിന്റെ അസസ്മെന്റിൽ വി ലാക്ക് എവ്രിതിങ്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് എന്താണ്? Hallelujah. Because you say, I am rich, have become wealthy, and have need of nothing, and do not know that you are wretched, miserable, poor, blind, naked. അങ്ങനെയാണെങ്കിൽ പോലും ദൈവം പറയാണ്, I counsel you, ഞാൻ നിനക്ക് ഉപദേശം തരികയാണ്. എന്താണ്? to buy from me gold refined in the fire, that you may be rich, and white garments, അത് എൻ്റെ നീതി, my white garments, that you may be clothed, that the shame of your nakedness may not be revealed, and anoint your eyes with eye salve, that you may see. നമ്മുടെ ആത്മീയ നേത്രങ്ങൾ തുറന്ന് ആ ദൈവത്തെ നമുക്ക് ദർശിക്കുവാൻ പറ്റത്തക്ക വിധം അങ്ങനെ ദൈവം നമുക്ക് ഒരു വഴി തരികയാണ്. എങ്ങനെയാണ് ആ ബന്ധത്തിലേക്ക് പുനർസ്ഥാപിക്കുവാൻ പറ്റുക എന്നുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവം എപ്പോഴും നമ്മളെ തിരിച്ച് ആ ബന്ധത്തിലേക്ക് പുനർസ്ഥാപിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു എന്നും
നമ്മൾ ഏത് അവസ്ഥയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ തന്നെ നമ്മൾ പരിശോധിക്കണം. എങ്ങനെയാണ് നമ്മളെ തന്നെ ആശ്രയിച്ച് ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കുവാനായിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുക, നിയമങ്ങൾ അനുസരിക്കുക. അങ്ങനെ നിയമങ്ങൾ അനുസരിക്കരുത് നല്ല പറയുന്നു പ്രിയപ്പെട്ടവരെ, നിയമങ്ങൾ അനുസരിക്കണം. പക്ഷേ ആ നിയമ അനുസരണമോ നല്ല പ്രവൃത്തികളോ എന്നെ രക്ഷപ്പെടുത്തുകയില്ല. അത് ലോകത്തിൻ്റെ മുമ്പിലും നമുക്ക് ഒരു പ്രീതി കിട്ടും, അവരുടെ ഒരു അസസ്മെൻറ്റ്, അവരുടെ ഒരു നന്മയൊക്കെ കിട്ടും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ രക്ഷ എന്ന് പറയുന്ന ആ പ്രവൃത്തിക്ക് നമ്മളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, രക്ഷ യേശു ക്രിസ്തുവിലുള്ള ആ നീതീകരണത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ഈ സത്യം മനസ്സിലാക്കണം. ഇത് പലവർക്കും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നതും ലൗകിക തലത്തിൽ നോക്കുകയാണെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുന്ന ഒരു കാര്യം ഇതാണ്. കാരണം എന്താണ്? യേശു ക്രിസ്തുവിനെ മാറ്റിവെച്ചിട്ടുള്ള ഒരു രക്ഷാപ്രവൃത്തി. അങ്ങനെയായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരിക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു മരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ആ ആയിരുന്നെങ്കിൽ ആ അത്യാവശ്യത്തിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പിതാവായ ദൈവം ഇത്ര ക്രൂരനാണ്, യേശു ക്രിസ്തു ഇത്ര ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഐ ഷുഡ് ബി യൂസിങ് ദീസ് വേർഡ്സ്, ക്രൂരനാണെന്ന് പോലും പറയാൻ പറ്റുകയില്ല. ദൈവം സ്നേഹമാണ്. കാരണം ഞാൻ പറയാൻ വരുന്നത് ഇതാണ്, തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ മരണം ആവശ്യമായിരുന്നു. ആ മരണത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളെ തന്നെ അല്ല സ്വനീതീകരിക്കേണ്ടത്, അതിനുപരി നമ്മളുടെ ഇല്ലായ്മയും നമ്മളുടെ കുറവുകളും നമ്മളുടെ തെറ്റുകളും നമ്മളുടെ പാപങ്ങളും നമ്മൾ ഏറ്റുപറയണം, എളിമപ്പെടണം. ഒരു നുറുങ്ങിയ ഹൃദയത്തോടു കൂടി വേണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ. ആ നമ്മളുടെ ഇല്ലായ്മയും നമ്മളുടെ ഡിപ്പെൻഡൻസ്, യേശു ക്രിസ്തുവിലുള്ള നമ്മളുടെ ആശ്രയവും നമ്മൾ ഏറ്റുപറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ നീതി നമ്മളിൽ വരും. അങ്ങനെ ദൈവം ഒരു എക്സ്ചേഞ്ച് നടത്തും. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗലാത്യർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഒരു ശാപമായി. കാരണം എന്താണ്? 14-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടുവാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. ദൈവം എബ്രഹാമും ഇസ്ഹാക്കും യാക്കോബുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉടമ്പടി ഞാൻ എബ്രഹാമിൻ്റെ വിശ്വാസത്തിലാണെങ്കിൽ എബ്രഹാമിൻ്റെ സന്നിധിയാണെങ്കിൽ എബ്രഹാമിൻ്റെ ആ വാഗ്ദാനങ്ങൾക്കും എനിക്ക് അവകാശമുള്ളതാണ്. ഇറ്റ് ഈസ് മൈ ഇൻഹെറിറ്റൻസ്. ആ ഇൻഹെറിറ്റൻസ് ശാപങ്ങളും ബന്ധങ്ങളും ഉള്ളപ്പോൾ എനിക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് നീതിമാനും എന്നെ സ്നേഹിക്കുന്ന യേശുവും ആ ശാപങ്ങളും ആ ബന്ധങ്ങളും ഒക്കെ കുരിശിലേറ്റെടുത്ത് എനിക്ക് ദൈവത്തിൻ്റെ നീതി സൗജന്യമായി, ആ രക്ഷ, ആ നീതി എനിക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ആ വചനം ഒന്നും കൂടെ ലാസ്റ്റ് വായിക്കാം. ഗലാത്യർക്ക് ലേഖനം. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എത്ര ശ്രേഷ്ഠമാണ്. ഇതൊക്കെ നമ്മൾ എങ്ങനെ നമുക്കത് നിഷേധിച്ചിട്ട് നമുക്ക് മറ്റു വ്യക്തികളുടെ പുറകെ പോകാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നിങ്ങൾക്കും വേണ്ടി മരിച്ചതാണ്. ആ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് എങ്ങനെ എൻ്റെ രക്ഷ വേറൊരു വ്യക്തിയിലൂടെ തേടാൻ പറ്റും? അത് പാടില്ല പ്രിയപ്പെട്ടവർ. അതാണ് ഏറ്റവും വലിയ പാപം. കാരണം ഏറ്റവും വലിയ പാപം എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ ആ കുരിശു മരണത്തെ അവഗണിക്കുകയാണ്. അത് അവഗണിക്കുകയാണ് പിതാവിന് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം. ആ പുത്രനെ തന്നെ നമ്മൾക്ക് വേണ്ടി ഒരു ബലിവസ്തുവായിട്ട് അയച്ചത് തന്നെ സങ്കടമുള്ളൊരു കാര്യമാണ്. എന്നിട്ട് അത് നമ്മൾ വില കൽപ്പിക്കാതെ അത് നമ്മൾ ചവറ് പോലെ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കി നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ പിതാവിൻ്റെ ഹൃദയത്തെ വേദനിക്കുക ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വേറെ ഏത് വ്യക്തിയോ അല്ലെങ്കിൽ ഏത് സ്ഥാപനമോ അത് സഭയോ അല്ലെങ്കിൽ മതമോ എന്താവട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു പാസ്റ്ററോ ആരെങ്കിലും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അത് ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കണം. അത് ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കും. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിയിട്ട് ഞാൻ എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ മാത്രമേ മുറുകെ പിടിക്കുകയുള്ളൂ. കാരണം അവന് മാത്രമേ എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളൂ. കാരണം ദൈവത്തിൻ്റെ വചനം എബ്രായർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, he is able to save to the uttermost those who come to God through him. അവന് hallelujah, he is able to save you. പിന്നെ പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം, എബ്രായർക്ക് ലേഖനം പിന്നെയും പറയുന്നുണ്ട്, looking unto Jesus the author and the finisher of my faith. എൻ്റെ വിശ്വാസത്തിൻ്റെ ഉറവിടം അത് പൂർണ്ണതയിലേക്കും അതിന് തുടക്കവും അത് പൂർണ്ണതയിലേക്കും വരുത്തുന്നതും യേശു ക്രിസ്തു ആവുന്ന ആ രക്ഷകൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്യണം, അവനെ മാത്രം മുറുകെ പിടിക്കുക. അവൻ്റെ നീതിക്ക് മാത്രമേ വിലയുള്ളൂ പ്രിയപ്പെട്ടവരെ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ബാക്കി ഒന്നിനും ഒരു വിലയുമില്ല. യേശു ക്രിസ്തുവിലുള്ള ആ നീതീകരണം മാത്രം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം മർക്കോസിന് സുവിശേഷം 8-ാമത്തെ അധ്യായം 36-37 വചനങ്ങൾ പറയുന്നത്, ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഈ ലോകവും അവിടുത്തെ അംഗീകാരവും എല്ലാം നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? കാരണം അവൻ്റെ ആത്മാവാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. അവൻ്റെ ആത്മാവിന് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്.
അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത് പ്രിയപ്പെട്ടവരെ. കാരണം രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. നമ്മളുടെ സ്വന്തം നീതിയിലല്ല നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ ആ ന്യായസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടത്. അതിനുപരി നമ്മൾ നിൽക്കേണ്ടത് യേശു ക്രിസ്തുവിനോടുകൂടെ, യേശു ക്രിസ്തുവിലുള്ള ആ നീതിയിലായിരിക്കണം ഞാൻ നിൽക്കേണ്ടത്. അപ്പോൾ പിതാവ് കാണുന്നത് ഞാൻ ഒരു പാപം ചെയ്ത് ഒരു ശപിക്കപ്പെട്ട അല്ല ദൈവത്തിൻ്റെ ക്രോധത്തിന് അർഹതയായ ഒരു വ്യക്തിയെ അല്ല കാണുന്നത്. അതിനുപരി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെടുപ്പാക്കിയ ഒരു മലിനമില്ലാത്ത, ഒരു കളങ്കമില്ലാത്ത ഒരു വ്യക്തിയെയാണ് കാണുന്നത്. കാരണം യേശു ക്രിസ്തു അവിടെ പറയും, അവൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റു, അതിനുള്ള വില ഞാൻ കൊടുത്തു, ഹീ ഈസ് ഫ്രീ, ഹീ ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളത്. ഇതിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം, ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം.
shine.